ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ചെറുപ്പകാലത്ത് ബാലരമയിൽ മൃഗാധിപത്യം വന്നാൽ എന്ന പേരിൽ ഒരു തുടർ പരമ്പരയുണ്ടായിരുന്നു. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പ്രധാന അധികാര കേന്ദ്രങ്ങളിൽ മൃഗങ്ങൾ കയറിയിരുന്ന് അവർ മനുഷ്യരോട് ആജ്ഞാപിക്കുകയും അവരോട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി. മനുഷ്യർ അതിനൊക്കെ തയ്യാറായിട്ട് തലകുനിച്ച് അവരുടെ കൽപ്പനകൾ അനുസരിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു ചിത്രങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഇതൊക്കെ ഒരു രസകരമായ അനുഭവമായിട്ട് തോന്നി. കാരണം ഇതൊരു പുതിയ ഭാവനയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു തിരക്കഥ എഴുതിയപ്പോൾ ബിൽഡിങ്ങുകൾ, വീടുകൾ, ചുംബികളായ കെട്ടിടങ്ങൾ, ഇതിൻ്റെയൊക്കെ ചുറ്റിനും മാലിന്യമലകൾ രൂപപ്പെട്ട് ആ കെട്ടിടങ്ങളെയോ വീടുകളെയോ ഒന്നിനെയും കാണാൻ കഴിയാത്ത രീതിയിൽ എവിടെ നോക്കിയാലും മാലിന്യമലകൾ മാത്രം. അങ്ങനെയുള്ള ആ മാലിന്യ മലകളുടെ മുകളിൽ അവയുടെയൊക്കെ ടെറസിൽ പക്ഷികളും നായ്ക്കളും തമ്മിൽ കടിപിടി കൂടുന്ന, പ്രത്യേകിച്ച് ആഹാര അവശിഷ്ടങ്ങൾക്ക് വേണ്ടി അവിടെയൊക്കെ ധാരാളം ആഹാര അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട്. അങ്ങനെ കടിപിടി കൂടുന്ന അതിൻ്റെ ഒച്ചയും ബഹളവും ഒക്കെ കേൾപ്പിക്കുന്ന കുറേ സീനുകൾ. ആ സമയത്ത് താഴെ നിരത്തിൽ കൂടി മനുഷ്യർ കൈകളിലും കാലുകളിലൊക്കെ ചങ്ങലകളുമായിട്ട് അവ വലിച്ചുകൊണ്ട് മുൻപോട്ട് സാവകാശം നടന്നു പോകുന്ന അവസ്ഥ. മുകളിലെ ഈ കടിപിടിയിലെ ആഹാര സാധനങ്ങൾ മനുഷ്യരുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ടെങ്കിലും മനുഷ്യർ അതൊന്നും അറിയാത്ത മട്ടിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ മുൻപോട്ട് നടന്നു പോകുന്നു. ഞാനിതൊക്കെ പറയാനുള്ള കാരണം, ഇന്ന് ഇതൊക്കെ യാഥാർത്ഥ്യമായോ എന്നൊക്കെ പലപ്പോഴും തോന്നിപ്പോകും. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം എന്നാണല്ലോ പറയുക. പക്ഷെ ഇപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണോ എന്നൊക്കെ പലപ്പോഴും സംശയം തോന്നിപ്പോകും. കാരണം മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളുകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിയമമുണ്ട്, അതിശക്തമായ നിയമമുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ട മെഷീനറി ഇവിടെയുണ്ട്. എന്നാൽ മനുഷ്യന്റെ പക്ഷം നിൽക്കാനോ മനുഷ്യന് വേണ്ടി വാദിക്കാനോ ആരുമില്ല. മനുഷ്യന്റെ കാർഷിക വിളകളും മറ്റുമൊക്കെ മൃഗങ്ങൾ തിന്നു തീർക്കുക, അവ നശിപ്പിക്കുക, മനുഷ്യന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ നശിപ്പിക്കുക, മനുഷ്യനെ തന്നെ ആക്രമിച്ച് കൊല്ലുക, ഇതെല്ലാം ചെയ്താലും നിയമം മൃഗങ്ങൾക്ക് അതിശക്തമായ സംരക്ഷണം കൊടുക്കുന്നു. നേരെ മറിച്ച് മനുഷ്യന് അവയെ പ്രത്യാക്രമിക്കാനോ പ്രതിരോധിക്കാനോ ഒന്നിനും നിയമം അനുവദിക്കുന്നില്ല. അവൻ്റെ കൈകളിലും കാലുകളിലും നിയമം അദൃശ്യമായ ചങ്ങലകൾ പൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ജനാധിപത്യമാണോ അതോ മൃഗാധിപത്യമാണോ? യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് ഈ മൃഗാധിപത്യമല്ല. ഇവിടെ വേണ്ടത് മനുഷ്യാധിപത്യമാണ്. മനുഷ്യർക്ക് അവരുടെ ആ അന്തസ്സും അവരുടെ അധികാരവും പ്രപഞ്ചത്തിന് മേലുള്ള അവരുടെ നിയന്ത്രണവും മൃഗങ്ങളുടെ മേലുള്ള നിയന്ത്രണവും ഒക്കെ തിരിച്ചു കിട്ടുന്ന, പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മനുഷ്യൻ മാറുന്ന ആ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോകേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു വിഭജന പ്രസ്ഥാനമാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്. മനുഷ്യർ മൃഗങ്ങളുടെ അടിമകളാകാതെ മൃഗങ്ങൾ മനുഷ്യരുടെ അടിമകളാകുന്ന ആ അവസ്ഥ, അത് എത്രയും വേഗം സംജാതമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് ജോസ് കാച്ചപ്പള്ളി ഷോ. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഹിമാലയത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ അത് കിലോമീറ്റർ കണക്കിലാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ അത് അടിക്കണക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.